നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിലെ അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ചീഫ് ജസ്റ്റിസിന് അയച്ച ഒരു കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്നത്, ഈ കേസിലെ വിധി പറയുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുൻപ് ഡിസംബർ 2-ാം തീയതി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന് ഒരു ഊമക്കത്ത് കിട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പോസ്റ്റൽ വഴിയാണ് ഈ കത്ത് വന്നിരിക്കുന്നത് എന്നതാണ്. ഒരു പേജുള്ള DTP ചെയ്ത ഒരു കത്താണ്. ആ കത്തിൽ പറയുന്നത് ഈ കേസിൽ ഇന്ന പ്രതികളെയാണ് വിട്ടയക്കാൻ പോകുന്നത്, ഇന്ന പ്രതികളെയാണ് ശിക്ഷിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചിലരുടെ പേര് വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒറ്റ പേജുള്ള ഒരു കത്താണ് കിട്ടുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന പേരിലാണ് ഈ കത്ത് അഭിഭാഷക അസോസിയേഷന് കിട്ടിയിരിക്കുന്നത്. ആ കത്ത് വിധി വന്ന ദിവസം 8-ാം തീയതിയാണ് ഹൈക്കോടതിയുടെ അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ കത്തിലൊരു അന്വേഷണം വേണമെന്നതാണ്. അതായത് ഈ കത്ത് പ്രകാരമാണ് എങ്കിൽ ഇതിലെ വിധിന്യായങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നത് പുറത്തു വരേണ്ടതുണ്ട് എന്നതാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതിയുടെ വിജിലൻസ് വിഭാഗമോ മറ്റേതെങ്കിലും ഏജൻസിയോ ഒരു അന്വേഷണം നടത്തണം. ഈ കത്ത് ആരയച്ചു, എന്താണ് ഉദ്ദേശം, ഇതെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നതുകൂടി പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണണം എന്നൊരാവശ്യമാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ വച്ചിരിക്കുന്നത്. ഇനി ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ ഉള്ള വിവാദങ്ങൾ അതിനെ ഇപ്പോഴും പിന്തുടരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.